ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 6 മലയാള ചിത്രങ്ങൾ ആദ്യത്തെ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 6ാം സ്ഥാനത്തുള്ള ചിത്രം 2019 ഇറങ്ങിയ ചിത്രമാണ്. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനായ ചിത്രം ലൂസിഫർ ആണ്. ലൂസിഫർ ഫസ്റ്റ് വീക്കെൻഡിൽ 55 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയത്. 5ാം സ്ഥാനത്തുള്ള ചിത്രം ഇത്തവണ പൃഥ്വിരാജ് നായകനായെത്തിയ ചിത്രമാണ്. ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായെത്തിയ ആടുജീവിതമാണ്. ആടുജീവിതം ഫസ്റ്റ് വീക്കെൻഡിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 64 കോടി രൂപ നേടിയിരുന്നു. 4ാം സ്ഥാനത്തുള്ള ചിത്രം കല്യാണിയും നെസ്ലിനും പ്രധാന വേഷത്തിലെത്തിയ ലോകയാണ്. ലോക ഫസ്റ്റ് വീക്കെൻഡിൽ 66 കോടി രൂപയാണ് നേടിയത്. ാമത്തുള്ള ചിത്രം വീണ്ടും ഒരു ലാലേട്ടൻ ചിത്രമാണ്. തുടരും ഫസ്റ്റ് വീക്കെൻഡിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 69 കോടി രൂപയാണ് നേടിയത്. ബാക്കി ചിത്രങ്ങളെല്ലാം ഫസ്റ്റ് വീക്കെൻഡ് 4 ദിവസമായിരുന്നു. വ്യാഴാഴ്ചയാണ് റിലീസായത്. പക്ഷേ തുടരും 3 ദിവസമാണ്. വെള്ളിയാഴ്ചയായിരുന്നു തുടരും റിലീസായത്. അപ്പോൾ തുടരും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് വീക്കെൻഡിൽ 3 ദിവസം കൊണ്ട് നേടിയത് 69 കോടി രൂപയായിരുന്നു. 2ാം സ്ഥാനത്തുള്ള ചിത്രം ആട് 3 ആണ്. ആട് 3 ഫസ്റ്റ് വീക്കെൻഡിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 82 കോടി രൂപ നേടിയിരുന്നു. 1ാം സ്ഥാനത്തുള്ള ചിത്രം എമ്പുരാനാണ്. എമ്പുരാൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് വീക്കെൻഡിൽ 175 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീക്കെൻഡിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 6 മലയാള ചിത്രങ്ങൾ ഇതെല്ലാമാണ്: എമ്പുരാൻ, ആട് 3, തുടരും, ലോക, ആടുജീവിതം, ലൂസിഫർ. ഇതിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തുള്ള ചിത്രം ഒരു സീക്വൽ ചിത്രമാണ്. ലൂസിഫറിന്റെ സീക്വലായ എമ്പുരാനും ആടിന്റെ ആട് 3യുമാണ്. അപ്പോൾ ഒരു ചിത്രം കൂടി ഇതിൽ ഉടനെ ആടാവേണ്ടതായിരുന്നു. അതും ഒരു സീക്വൽ ചിത്രം തന്നെയായിരുന്നു, ദൃശ്യം 3. പക്ഷേ ദൃശ്യം 3 ഏപ്രിൽ 2 നിന്നും മെയ്യിലേക്ക് റിലീസ് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ഉടനെ ഈ ലിസ്റ്റിലേക്ക് ആഡാവും. അതുപോലെ തന്നെ പാട്രിയോട്ടും ഉടനെ ഈ ലിസ്റ്റിലേക്ക് ആഡാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുപോലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട്, റിവ്യൂവും സിനിമ അപ്ഡേറ്റ് ഒക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.